പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് പോയിൻ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സിൻ്റെ അവസാനത്തെ എപ്പിസോഡാണിത്. അതായത് 15ാമത്തെ വീഡിയോ. 14 വീഡിയോകളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും പഠിച്ചിട്ടുണ്ടാകുമെന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവസാനത്തെ ചാപ്റ്ററായ എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രിയാണ്. 10 പോയിൻറ്റ്സുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള വെയിറ്റേജ്. തീർച്ചയായും 4 മാർക്ക് ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മാത്രം മതി. കാണാപ്പാഠം പഠിക്കേണ്ട വിഷയമൊന്നുമില്ല. ജനറൽ ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറ്. അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നല്ല നിലയിൽ പരീക്ഷ എഴുതി ഫുൾ മാർക്ക് വാങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കാർബൺ മോണോക്സൈഡ് ഈസ് ഹൈലി പോയ്സണസ്. എക്സ്പ്ലെയിൻ. കാർബൺ മോണോക്സൈഡ് എന്താണ്? ഉയർന്ന വിഷമുള്ള വാതകമാണ്. ഇത് വിശദീകരിക്കുക എന്നാണ്. ഇത് നമ്മൾ 10th എന്നൊക്കെ പഠിക്കുന്നതാണ്. ഇറ്റ് ബൈൻഡ്സ് വിത്ത് ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ബൈൻഡ് ചെയ്ത് ടു ഫോം കാർബോക്സിൽ ഹീമോഗ്ലോബിൻ. കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ദിസ് റെഡ്യൂസസ് ദി ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഇങ്ങനെ കാർബോക്സി ഹീമോഗ്ലോബിനായി മാറിയാൽ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഹീമോഗ്ലോബിന് കുറയുകയും അതിൻ്റെ ഫലമായി ഓക്സിജൻ സെല്ലുകളിൽ എത്താതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹെഡേക്ക്, വീക്ക് ഐസൈറ്റ്, കാർഡിയോവാസ്കുലാർ ഡിസോർഡർ ആൻഡ് ഫൈനലി ലീഡ്സ് ടു ഡെത്ത്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് പോയ്സനാണ്. മലയാളത്തിലൂടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പോയ്സനാന്ന് പറയാനുള്ള കാര്യം എന്താണ്? കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഹീമോഗ്ലോബിന് നഷ്ടപ്പെടുന്നു. സെല്ലിലേക്ക് ഓക്സിജൻ എത്തില്ല. അതിൻ്റെ ഫലമായി മരണത്തിന് വരെ കാരണമാകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. Greenhouse effect is the phenomenon in which Earth's atmosphere traps the heat from the sun and prevents it from escaping into outer space, resulting in the rise of temperature, atmospheric temperature. When more infrared radiations are trapped, the atmosphere becomes hotter and the global temperature rises. This is called global warming. ഹരിതഗൃഹ പ്രഭാവവും ആഗോളതാപനവും, ഇതാണ് ചോദ്യമായിട്ട് വരാറ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അന്തരീക്ഷം സൂര്യനിൽ നിന്നുള്ള താപത്തെ തടഞ്ഞു നിർത്തുകയും ബാഹ്യ ആകാശത്തേക്ക് പോകുന്നത് തടയുകയും അന്തരീക്ഷ താപനില കൂടുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. ഭൂമിയുടെ അന്തരീക്ഷം സൂര്യനിൽ നിന്ന് വരുന്ന താപത്തെ തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുന്നതിന് കാരണമാക്കുന്നു. ഇതിനാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും? മഞ്ഞുമലകൾ ഉരുകി കടൽ നിരപ്പ് ഉയരാൻ കാരണമാകും. ഈ പ്രതിഭാസമാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഇങ്ങനെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമായി 1 കാർബൺ ഡൈ ഓക്സൈഡ്, 2 മീഥെയ്ൻ, ഓസോൺ, ക്ലോറോ കാർബൺസ്, വാട്ടർ വേപ്പേഴ്സ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, CFC, വാട്ടർ വേപ്പർ തുടങ്ങിയതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് 4th ക്വസ്റ്റ്യൻ. വാട്ട് ആർ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെയൊക്കെ ദോഷങ്ങൾ
ദൂഷ്യഫലങ്ങൾ എന്തൊക്കെ? ഒന്ന്, ഇൻക്രീസ് ഗ്ലോബൽ ടെമ്പറേച്ചർ ആൻഡ് ലീഡ്സ് ടു ഇൻഫെക്ഷ്യസ് ഡിസീസസ് സച്ച് ആസ് യെല്ലോ ഫീവർ, ഡെങ്കു ഫീവർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിയാൽ, ആഗോള നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടിയാൽ പകർച്ചവ്യാധികൾ കൂടും. നമ്പർ 2, ഇറ്റ് ലീഡ്സ് ടു മെൽറ്റിംഗ് പോളാർ ഐസ് ക്യാപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞു, പോളാർ ഐസ് ക്യാപ്പ് ഉരുകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായി ഫ്ലഡിങ്, വെള്ളപ്പൊക്കം ഉണ്ടാവും, കടൽ നിരപ്പ് ഉയരും. ഇത്തരം കടൽ നിരപ്പൊക്കെ ഉയരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൃഷിജന്യമായ സ്ഥലങ്ങൾ കുറയും, അഭയാർത്ഥികളുണ്ടാവും, വലിയ സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും ആഗോളതാപനത്തിൻ്റെ ഫലമായി. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനായി. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? റെഡ്യൂസ് ദി ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ കത്തുന്നത് കുറക്കുക. പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയിട്ടുള്ള, അതുപോലെ മറ്റ് വസ്തുക്കളൊക്കെ, വിറക്, ഇതൊക്കെ കത്തുന്നതിൻ്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്ത് കൂടും. അതിൻ്റെ ഫലമായി എന്ത് ചെയ്യും? അന്തരീക്ഷ താപനില കൂടാൻ കാരണമാവും. അതുകൊണ്ട് അത് കുറക്കുക, അങ്ങനെ കത്തിക്കണം ഒഴിവാക്കുക. 2, പ്ലാന്റ് ട്രീസ് ആൻഡ് എൻകറേജ് അഫോറസ്റ്റേഷൻ. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ മരങ്ങൾ വലിച്ചെടുക്കുകയും ഓക്സിജനെ പുറത്തു വിടുകയും ചെയ്യുമല്ലോ. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഫോസിൽ ഫ്യൂവലുകൾ കത്തിക്കുന്നതിനെ കുറക്കുക, ഇതൊക്കെയാണ് ആഗോള താപനം കുറക്കാനുള്ള മാർഗങ്ങൾ. ഇതൊക്കെ കേട്ടിങ്ങനെ പോവല്ല, അത് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കേൾക്കുക, ഒന്നുകൂടെ പറയാൻ കഴിയുന്നുണ്ടോ നോക്കുക. ഓക്കെ, വാട്ട് ഈസ് ആസിഡ് റെയിൻ? 6th ക്വസ്റ്റ്യൻ, എന്താണ് അമ്ലമഴ? ഹൗ ഇറ്റ് ഈസ് ഫോംഡ്? വെൻ pH ഓഫ് റെയിൻ വാട്ടർ ഫാൾസ് ബിലോ 5.6, മഴവെള്ളത്തിൻ്റെ pH 5.6ൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ ആ മഴക്കാണ് നമ്മൾ പറയുക ആസിഡ് റെയിൻ എന്ന് പറയാം. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അന്തരീക്ഷത്തിലുണ്ടാകുമ്പോൾ അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ആസിഡ് റെയിനായിട്ട് മാറുന്നത്. ഓക്കെ, 6ാമത്തെ പോയിൻ്റുമായി. ദെൻ 7th പോയിൻറ്റ്, വാട്ട് ആർ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം? ഇറ്റ് കൊറോഡ് വാട്ടർ പൈപ്സ്, വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ തുരുമ്പ് പിടിക്കാൻ കാരണമാവും. അതിൻ്റെ ഫലമായി പൈപ്പിനകത്തുള്ള ഹെവി മെറ്റൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു, അത് പോയിസനാണ്. 2ാമത്തത്, ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ ഡാമേജ് ആവാൻ കാരണമാവുന്നു. ഡാമേജസ് ബിൽഡിംഗ് മെറ്റീരിയൽ. ഇപ്പോൾ താജ്മഹലൊക്കെ ഇങ്ങനെ ക്ഷയിച്ച് പോവുകയാണ്, കേടുവന്ന് പോവുകയാണ്, അതിൻ്റെ ഷൈനിങ് ഒക്കെ നഷ്ടപ്പെടുകയാണ്. എന്താ കാരണം? ആസിഡ് റെയിനിൻ്റെ ഫലമായി ആ ആസിഡ് ചേർന്ന വെള്ളം ഈ താജ്മഹലിന് മുകളിൽ പതിക്കുമ്പോൾ അതിൻ്റെ മാർബിളിന് തകരാറ് സംഭവിക്കുന്നു. അപ്പോൾ കെട്ടിട നിർമ്മാണ വസ്തുക്കളെ നശിപ്പിക്കുന്നു അമ്ലമഴ. ഓക്കെ, 2 പോയിൻ്റായില്ലേ. 8th വൺ, വാട്ട് ഈസ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ഇറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് ഓക്സിജൻ, ആ പേരിൽ തന്നെ ഉണ്ട്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ദാറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഓക്സിഡൈസ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡായ വാട്ടറിൽ, മലിനജലത്തിൽ അടങ്ങിയിരിക്കുന്ന സസ്യജന്യ പദാർത്ഥങ്ങളെ ഓക്സീകരിക്കാൻ സൂക്ഷ്മജീവികൾക്കാവശ്യമായ ഓക്സിജൻ്റെ അളവാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇപ്പോൾ വെള്ളത്തിലൊക്കെ കുറേ വസ്തുക്കൾ, ചീഞ്ഞ വസ്തുക്കളൊക്കെ ഉണ്ടാവും, ഇലകളുണ്ടാവും, മറ്റെന്തെങ്കിലും സസ്യജന്യ വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതിനെ ചീഞ്ഞു പോവാൻ വേണ്ടി മൈക്രോ ഓർഗാനിസത്തിന് എന്ത് വേണം? ഓക്സിജൻ വേണം. അങ്ങനെ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന സസ്യജന്യ പദാർത്ഥങ്ങളെ നശിപ്പിക്കാൻ, ചീച്ചു കളയാൻ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട, സൂക്ഷ്മജീവികൾക്ക് വേണ്ട ഓക്സിജൻ്റെ അളവ്, ഇതിനാണ് എന്ത് പറയുക? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയാം. എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം
ടു ഓക്സിഡൈസ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി പൊല്യൂട്ടഡ് വാട്ടർ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ക്ലീൻ വാട്ടറിൻ്റെ BOD 5 ppm കുറവായിരിക്കും. അപ്പോൾ BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 5 ppm കുറവാണെങ്കിൽ ആ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ്. 17 ppm മുകളിലാണെങ്കിൽ അത് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഹൈലി കണ്ടാമിനേറ്റഡ് ആണ്. ഹൈലി കണ്ടാമിനേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നു, വളരെയധികം മലിനമാക്കപ്പെട്ട വെള്ളമാണ് BOD 17 ppm മുകളിലാണെങ്കിൽ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. 9ാമത്തെ പോയിൻ്റ്, വാട്ട് ഈസ് ഗ്രീൻ കെമിസ്ട്രി? ഗ്രീൻ കെമിസ്ട്രി ഈസ് ദി പ്രോഗ്രാം ഓഫ് ഡെവലപ്പിംഗ് ന്യൂ കെമിക്കൽ പ്രോസസ് or making improvement in the already existing process so as to make less harmful to human health and environment. പരിസ്ഥിതിക്കും മനുഷ്യത്തിൻ്റെ ആരോഗ്യത്തിനും കുറഞ്ഞ ദോഷം മാത്രം വരുന്ന രീതിയിൽ പുതിയ രാസപ്രക്രിയകളെ രൂപപ്പെടുത്താനും നിലവിലുള്ളവയെ മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ, ഇപ്പോഴുള്ളതിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ചുറ്റുപാടിനും മനുഷ്യാരോഗ്യത്തിനും ദോഷം വരാത്ത രൂപത്തിലുള്ള പുതിയ രാസപ്രക്രിയകളെ രൂപപ്പെടുത്തുക. ഇത് രാസപ്രവർത്തനങ്ങളിൽ വിഷവസ്തുക്കളോ വിഷലായനികളോ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ദോഷകരമായ രാസപ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇത് കുറഞ്ഞ മാലിന്യം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ തത്വം. ഓക്കെ, 10ാമത്തെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ പോയിൻ്റ്, ഗിവ് സം അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രായോഗികമായ ഉപയോഗങ്ങൾ. 1, ഫോർ ഡ്രൈയിങ് ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. വസ്ത്രങ്ങൾ ഫോർ ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളൊക്കെ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ. വെള്ളം കൊണ്ട് നന്നായി വാഷ് ചെയ്യുമ്പോൾ കുറേ വെള്ളം നഷ്ടപ്പെടുകയാണ്. വെള്ളം നഷ്ടപ്പെടുന്നത് മാത്രമല്ല വെള്ളം മലിനമാവുകയും ചെയ്യുകയാണ്. ഈ 2 പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ ക്ലീനിങ് ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങളെ എന്ത് ചെയ്യാം, നമുക്ക് ശുദ്ധീകരിക്കാം. അതിനുപയോഗിക്കുന്നതാണ് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. 2ാമത്തെ ഫോർ ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. പേപ്പറിൻ്റെ ബ്ലീച്ചിങ്ങിന്, ഇപ്പോൾ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരത്തിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കുക. അതിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ആ പേപ്പറിൽ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും, സ്മെല്ലുണ്ടാവും, അതിൽ വേണ്ടാത്ത കളറുകളുണ്ടാവും. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ബ്ലീച്ചിങ് ചെയ്യണം. ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളവും മറ്റു സംവിധാനമൊക്കെ വരും. അതൊഴിവാക്കാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലീച്ച് ചെയ്യാം പേപ്പറിനെ. അപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 കെമിക്കലാണ് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും. ഇതോർത്തിരുന്നാൽ മതി. ഗ്രീൻ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കെമിക്കലാണ്, ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡും മറ്റൊന്ന് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡും. ഈ ചാപ്റ്ററിൽ നിന്ന് 10 പോയിൻറ്റുമായി. ഈ 10 പോയിൻ്റ് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് കേൾക്കുക. കേട്ടിട്ട് സ്വയം ഒന്ന് ഈ 10 പോയിൻ്റ് ഒന്ന് ജസ്റ്റ് കയ്യിലിങ്ങനെ ഓരോ വിരലെടുത്തിട്ട് 1ാമത്തെ പോയിൻ്റ് 2ാമത്തെ പോയിൻ്റ് ഇങ്ങനെ വായിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒന്നുകൂടിയും കേൾക്കുക. അങ്ങനെ ഈ 4 മാർക്കും നമുക്ക് ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ പര്യാപ്തമാകും. അതിന് സാധിക്കട്ടെ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ 15 വീഡിയോയും ഇവിടെ അപ്ലോഡ് ചെയ്തു. ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധിക്കട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട്, വല്ല സംശയം ഇത് കേൾക്കുന്ന സമയത്ത് ഇനി ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. വാട്സപ്പ് നമ്പറൊക്കെ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ശരി. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.